ആ മങ്ങളിപ്പോ ഈ വർത്താനം തന്നെ പറയണട്ടോ. ഇതൊന്നും മുണ്ടാതെ നിൽക്കൂ, മനസ്സിനൊരു സമാധാനം തരുമോ? ഈ എച്ചി വർത്താനം പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്തിക്കണമെങ്കിൽ തന്നെ അതെന്റെ കടമയാണ്. മൂത്ത മക്കളാണ് പെര നോക്കേണ്ടത്. അതെ, മൂത്ത മക്കളെ കടമയാണ്. അതൊരു നാട്ടു നടപ്പാണ്. അങ്ങനെ തന്നെ വേണം. ആ മകളും കൂടി ഇങ്ങനെ തന്നെ പറയണം. ഇപ്പൊ ഞാൻ അവിടെ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വെച്ച് വരാൻ പോലായി. അതിപ്പോ എത്ര കണക്ക് പറയാന്. ഉമ്മ ഇപ്പൊ എന്താ താത്താനോട് പറഞ്ഞത്? അപ്പുറത്ത് പറമ്പ് വിൽക്കാന്നോ? അതിനാണ് ഇപ്പൊ താത്ത എത്ര കണക്ക് പറയുന്നത്? ഉണ്ടാക്കടി, ഇഞ്ച ഭൂമിയാണത്. അത് വെക്കണമെങ്കിൽ ഇച്ചാരും സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇജി എച്ചി വർത്താനം ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. ഇജിവിടെ താന ഭൂമിയിൽ പൊട്ടിമുളച്ചുണ്ടായതൊന്നുമല്ല. പിന്നെ ഇഞ്ച സ്വത്ത് ഇഞ്ച പെരക്കാര് തന്നതാ. അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും ചോദിച്ചു, ഇഷ്ടമുള്ളപ്പോ വിൽക്കുകയും ചോദിച്ചു. ഇവിടെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് 50 പവൻ ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? എനിക്കൊരു ജോലി ഉണ്ടായതുകൊണ്ടല്ലേ ഓക്ക് 50 പവൻ കൊടുത്ത് കെട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റിയത്. അല്ലാതെ നിങ്ങളുടെ സ്ഥലം വിട്ടിട്ടൊന്നും അല്ലല്ലോ. 50 പവൻ സ്വർണം കൊടുത്തത് ബാംഗ്ലൂർ കടന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ്. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? കണക്കായി പോയി. പിന്നെ ഇപ്പൊ ഇവിടെ കല്യാണക്കാര്യം പറഞ്ഞില്ലേ, എന്നോട് ഞാൻ മുന്നേ കല്യാണം കഴിക്കാൻ പറഞ്ഞതല്ലേ. അപ്പൊ ചെത്താണത് എത്ര ലിവിങ് ടുഗദറോ എത്താന്ന് പറയാം. ലിവിങ് ടുഗദർ ആണമ്മ, ലിവിങ് ടുഗദർ അതന്നെയാണെന്ന് പറഞ്ഞിട്ട് നടന്നതല്ലേ. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്നജ് കെട്ടിക്കണമെങ്കിൽ എനിക്ക് ഞാൻ തന്നില്ല 50 പവന്. നിങ്ങൾ കണ്ടീനമ്മ ഞാൻ ലിവിങ് ടുഗദറാണെന്ന്? നിങ്ങൾ ഈ നാട്ടുകാരെ വർത്താനം കേട്ടിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്നത്? കടങ്ങൾ വിട്ടാൻ ഞാൻ എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് തരാ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ വേണ്ട പറഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ അന്നേന്റെ സ്ഥലം വിറ്റുകാണ്ട് ഈ കടക്ക് കൂട്ടി. കടം ബാധ്യത എല്ലാം തീർന്നല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ പറയാലോ. നിങ്ങൾ ഈ പട്ടുസാരി എടുത്ത് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഒറ്റ ഒരാൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ റോഡ് പറമ്പില്ലാതെ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു. ചിലപ്പോ ഈ പോരേടും പിന്നെ അപ്പുറത്ത് കിടക്കുന്ന 50 സെന്റ് സ്ഥലം ഇവിടെ പേരിൽ എഴുതി കൊടുക്കുന്നു വിചാരിച്ചു. അതൊക്കെ ഇഞ്ച ഇഷ്ടമാണ്, ഇഞ്ച സ്വത്താണ്. ഞാൻ ചിലപ്പോ ഇഷ്ടമുള്ളത് കൊടുക്കും. നിങ്ങൾക്ക് പൈസ കൊടുക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോളി. അപ്പുറത്തെ സ്ഥലം വിൽക്കേ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. ഒന്നും വരാല്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നാളെ നിങ്ങൾ അനുഭവിക്കും. അത് നിങ്ങൾ മറക്കണ്ടമ്മ. ഞാൻ ഏതായാലും ഇനി ഇവിടെ നിൽക്കണില്ല. ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്. താത്ത, നിങ്ങൾ പോകുമ്പോളേ ആ വാതിൽ അടിച്ചു കണ്ടിട്ടോ. നന്നായിട്ട് അറിയാം. എനിക്കിപ്പോ പൈസക്ക് ഒരു ആവശ്യമില്ല. 3-4 കൊല്ലം വെറുതെ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പൊ എനിക്കൊന്നും ഇല്ലാതായി. അത് ഞാൻ ഏറ്റിക്ക. ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി താത്താനെ പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റി. ഈ പേരിൽ സ്ഥലവും ഞങ്ങൾക്ക് സ്വന്തം. അതൊക്കെ ഞാൻ സെറ്റാക്കി ഞങ്ങളെ കൈ തരും. നിങ്ങൾ വെക്കി, ഉമ്മ വരുന്നുണ്ട്. ഉമ്മ എന്താ മോളെ? ഇമ്മങ്ങള് നേരത്തെ പറഞ്ഞത് സത്യാണോ? ഈ പേരും സ്ഥലവും എന്റെ പേർക്ക് എഴുതി തരാന്ന് ആ ഉമ്മ കാര്യത്തിൽ പറഞ്ഞു തന്നെയാണ്. ഈ പേര് അപ്പുറത്ത് കിടക്കുന്ന 50 സെന്റ് മോളെ പേരിൽ എഴുതിക്കാൻ പോവുകയാണ്. ആണോ? എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഇക്കാനെ വിളിച്ച് പറയട്ടെ. ഇക്കാക്ക് ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാവും. പാവന്റെ കുട്ടി, നീ നോക്കാൻ അതേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആരും ഇല്ലേ? ഒരു ഒച്ച അനക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആവലില്ലല്ലോ. ഈ വീട്ടിൽ ഞാൻ വരൂലെന്ന് വിചാരിച്ചതാ. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയി. അല്ലമ്മ, ഇങ്ങക്ക് എന്ത് പറ്റി? മോളെ, ഇമ്മാന്റെ കുട്ടി വന്നോ? ഇമ്മാക്ക് അറിയാം ഇമ്മാന്റെ കുട്ടി വരും. ഇമ്മാനെ കൊണ്ടുപോകാനേ. മോളെ, ഉമ്മ എന്നോട് ചെയ്തീന് എന്നെ മാപ്പ്. ഉമ്മാക്ക് പുറത്തു കൊണ്ട. ഉമ്മാക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇജ് പോയിന് ശേഷം ഉമ്മാക്ക് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാ. ഓളിപ്പം ഉമ്മാനെ തിരിഞ്ഞു നോക്കണില്ല. കണ്ടില്ലേ, ഉമ്മാനെ ഈ ഷോറൂമിലിട്ടേക്കാണ്. ഒരു റൂം പോലും കടക്കാൻ പറ്റില്ല. എന്തിന് നല്ലൊരു സാരി വാങ്ങി തന്നിട്ട് കാലം ഉടുക്കാൻ കിട്ടിയിട്ട് കാലം കുറയായി. 5 വർഷം ഇവിടെ കടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇതുവരെ ആയിട്ട് ഓളോടൊന്നും പറഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല. ഓനും അങ്ങനെ തന്നെ. നിങ്ങളെ മോളും ഉണ്ടല്ലോ, ഇതല്ലാതിനപ്പുറം അനുഭവിക്കും. ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചില്ലെങ്കിൽ നിങ്ങളെ മോളും അനുഭവിക്കും. കണ്ടോളായിട്ട് ഞാനായി പറഞ്ഞത്. ഓല് സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അഭിനയിച്ചതേ. ഇമ്മാക്ക് ഇപ്പോഴാ മനസ്സിലായത് എല്ലാം. മോള് പോകുമ്പം ഇമ്മാനും കൂടി കൊണ്ടുപോകുക ബാംഗ്ലൂർക്ക്. മോളെ കൂടെ പോരിമ്മ. ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഞാൻ നോക്കിക്കോളാം. ഞാനേതായാലും നിങ്ങളെ കൊണ്ടുപോകൂല. ഞാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകൂല, നോക്കൂല. ഞാൻ ഇപ്പൊ വന്നതേ ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിട്ട്. അടുത്ത ആഴ്ച എന്റെ കല്യാണാണ്. അത് വിളിക്കാനാ ഞാൻ വന്നത്. അപ്പേ നിങ്ങൾ ഉമ്മയും മോളും എല്ലാവരും കല്യാണത്തിന് വരണം.